ജീവാനന്ദ പദ്ധതിയെക്കുറിച്ച് പഠനം നടക്കുന്നതേയുള്ളൂ എന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സഭയിൽ പറഞ്ഞു. കാളപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് ശരിയല്ല. ജീവാനന്ദം ഇൻഷുറൻസ് പദ്ധതിയാണെന്നും ഇഷ്ടമുള്ളവർക്ക് പദ്ധതിയിൽ ചേരാമെന്നും നിർബന്ധിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയല്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ കാളപ്പെട്ടു എന്ന് പറയുമ്പം കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് ശരിയല്ല സാർ. ഈ ജീവാനന്ദ പദ്ധതി ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് സാർ. ആനുവിറ്റി മോഡൽ. കാരണം സംസ്ഥാന സർക്കാർ ജീവനക്കാർ മാത്രമല്ല, നമ്മുടെ KSFE പോലുള്ള സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസിൻ്റെ നിരവധി സ്ഥാപനങ്ങളൊന്നും പെൻഷനില്ല സാർ. വലിയ ശമ്പളം മേടിക്കുന്ന ആളുകളാണ്, അവർക്ക് പെൻഷനില്ല. അപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും ഇൻഷുറൻസ് നടത്തുന്നുണ്ട്, LIC കൂടാതെ പ്രൈവറ്റ് ബാങ്കുകളും മറ്റും. അപ്പോൾ ഒരു ആനുവിറ്റി എന്ന നിലയിൽ അവർ നിക്ഷേപിച്ചാൽ ഒരു ആനുവിറ്റി അനുസരിച്ച് പണം തിരിച്ചു കിട്ടും. അത് ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ള ഒരു സംഭവമാണെങ്കിൽ കൊള്ളാം. ഇത് കഴിഞ്ഞ ബഡ്ജറ്റ് സമയത്ത് തന്നെ അന്ന് ആ ബഡ്ജറ്റിൽ കൂടി പറഞ്ഞതാണ്, ഒരു കൃത്യമായ വരുമാനം ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ കിട്ടാവുന്ന ഒരു ആനുവിറ്റി സ്കീം നടപ്പിലാക്കുക. ആനുവിറ്റി സ്കീം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടത് ചേരാവുന്നല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചെടുക്കുക എന്ന് പറയുന്ന നിർബന്ധമായി പിടിക്കാമെന്നില്ല. കഴിഞ്ഞ സാർ ഇതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ്. നമ്മുടെ സംസ്ഥാന ഇൻഷുറൻസ് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിന് ആക്ച്വറിയൽ സയൻസ് അനുസരിച്ച് പഠിക്കണം സാർ. ആക്ച്വറിയൽസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. പഠിക്കാനുള്ളൊരു ഓർഡർ കിട്ടാനെ സംബന്ധിച്ചാണ് ഇത്രയും വന്നത്. വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിജിൻ, നേരത്തെ തന്നെ വലതുപക്ഷ സർവീസ് സംഘടനകൾ ജീവാനന്ദം പദ്ധതിയെ എതിർത്ത് അട്ടിമറിക്കപ്പെട്ടു എന്നൊക്കെ ആരോപിച്ച് രംഗത്ത് വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു വിശദീകരണം സഭയിൽ ധനമന്ത്രി നൽകിയിരിക്കുന്നത്. എന്താണ് ഈ പദ്ധതിയെക്കുറിച്ച് മന്ത്രി പറഞ്ഞു വെച്ചത്? വിനിഷ, കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ജീവാനന്ദം പദ്ധതിയെ പറ്റി പഠിക്കുമെന്ന് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയത്. അതിനെ തുടർന്നാണ് ഇത് പഠിക്കാനുള്ള ഒരു സമിതിയെ വെച്ചിരിക്കുന്നത്. ഇതാണ് വലിയ വിവാദമാക്കാൻ ഒരു ശ്രമം നടന്നുകൊണ്ടിരുന്നത്. ഇക്കാര്യത്തിൽ നിയമസഭയിൽ തന്നെ മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇതൊരു ഇൻഷുറൻസ് പദ്ധതിയാണ്. നിർബന്ധിച്ച് ആരെയും ഒരു ജീവനക്കാരെയും ഇതിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആന്യൂറ്റി പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന തരത്തിലാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ കേന്ദ്ര സർക്കാർ ആവശ്യമായ തുക നൽകാത്തതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ചിലവ് ചുരുക്കിയും ഒപ്പം തന്നെ മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിച്ചുമാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ PSC നിയമനങ്ങളിൽ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ നിയമനം നൽകുന്ന സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആകെ നിയമനം നൽകിയതിൽ 40% കേരളത്തിലാണ് നൽകിയതെന്ന കാര്യവും ധനമന്ത്രി നിയമസഭയെ വ്യക്തമാക്കി. ശരി വിജിൻ.